ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഹോട്ടലിനെ കുറിച്ചാണ്. കഴക്കൂട്ടത്തിനടുത്തുള്ള തക്കാരം എന്നൊരു ഹോട്ടലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞങ്ങൾ തക്കാരത്തെത്തി. തക്കാരത്ത് ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാം കൂടി പറഞ്ഞ് തക്കാരം ഹോട്ടലിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് വെളിയിൽ പോയി കഴിക്കാമെന്ന് ഉള്ള ഐഡിയ വന്ന ഉടനെ മക്കൾ തക്കാരം പറയും. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്തൊരു വലിയ ഫ്ലൈറ്റ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോയിങ് 350 ഫ്ലൈറ്റ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നല്ലൊരു ഹാങ്കറിനകത്താണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. നല്ല ഒരു ഫുഡൊക്കെ നമ്മൾ ഏത് ഫുഡ് പറഞ്ഞാലും നല്ല ഫുഡാണ്, ഹൈജീനിക്കാണ്. പിന്നെ ചൂടായിട്ട് ഒക്കെ തരുള്ളൂ. നല്ലൊരു ഫ്ലൈറ്റാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉള്ളത്. പിന്നെ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് കഴിക്കാം, പുറത്തും ഇരുന്ന് കഴിക്കാം. ഫ്ലൈറ്റിനകത്താണെങ്കിൽ നല്ല കൂളിങ്ങാണ്. അവർ നല്ല AC ഒക്കെ വെച്ച് നന്നായിട്ട് ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണ്. അതിനകത്ത് സീറ്റൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ. കാരണം അവരുടെ ജോലിക്കാരും ഒക്കെ നല്ല സഹകരണമാണ്. മുതലാളിയെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പം ഏകദേശം 1 കൊല്ലത്തിനൊക്കെ മുന്നേ. അതിന് മൊത്തം 2-3 പ്രാവശ്യം, ഇത് 4ാമത്തെ പ്രാവശ്യം എന്താണ് വരുന്നത് എൻ്റെ ഓർമ്മയിൽ. ഞങ്ങൾ ഫ്ലൈറ്റിനകത്തിരുന്ന് ഭക്ഷണം ഇതുവരെ ഫ്ലൈറ്റിനകത്തിരുന്ന് കഴിച്ചിട്ടില്ല, പുറത്തിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾക്ക് എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് എന്തായാലും നമ്മൾ പുറത്തിരുന്ന് കഴിച്ചിട്ടുള്ളത് ഉള്ളതല്ല, അപ്പോൾ ഇന്ന് നമുക്ക് അകത്തിരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഇരുന്ന്. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം കഴിച്ചൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ 5-6 പേരുണ്ട്, കുറച്ച് പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. പുറത്തൊക്കെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ തക്കാര എക്സ്പ്രസ് എന്ന പേരെല്ലാം കൊടുത്ത് ഒരു ഫ്ലൈറ്റാണ്, കണ്ടില്ലേ. ഇത് നല്ലൊരു എമൗണ്ട് ആയിക്കാണ് ഈ ഫ്ലൈറ്റ് വാങ്ങിക്കാൻ. അതായത് ഡീകമ്മീഷൻ ചെയ്ത ഫ്ലൈറ്റാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത്. ഞാനൊരു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത്, ഒരു അൽഫാം കുഴിമന്തിയും ഹാഫ്. പിന്നെ ഭാര്യ ഒരു ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾക്ക് ജ്യൂസ്, ഷേക്ക് ഇതൊക്കെയാണ് ആവശ്യം. ഒരുപാടൊന്നും ഓർഡർ ചെയ്യാറില്ല, ആവശ്യത്തിന് ഓർഡർ ചെയ്യും, കഴിക്കും. പിന്നീട് വേണമെങ്കിൽ ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ ധാരാളം ഒരുപാട് ഫുഡായി കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടിപ്പറക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്യാറില്ല, ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്യും, കഴിക്കും, വേസ്റ്റ് വരാതെ കഴിച്ചിട്ട് വരും. അതാണ് രീതി. ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഇപ്പോൾ കുട്ടികൾ ആദ്യം വന്നിടം തന്നെ അവർ ഷേക്കങ്ങ് ഓർഡർ ചെയ്യും. ആദ്യം ഒന്നും വേണ്ടെന്ന് പറയും, കൊണ്ടുപോയിക്കുമ്പോൾ ആക്രാന്ത പിടിച്ചെല്ലാം കൂടി വലിച്ചു വാരി എടുത്തു പോകും പിള്ളേർ. എന്ത് സ്നേഹമെന്ന് നോക്കിയോ, 2 എണ്ണം. അത് കോക്ക്പിറ്റാണ്, ഒറിജിനൽ കോക്ക്പിറ്റാണ് കാണുന്നത്. എന്താ എന്തുമാത്രം ആകാശത്തൂടി പറന്ന ഫ്ലൈറ്റെന്നറിയാമോ. ജ്യൂസ് വന്ന് പിള്ളേർക്കുള്ള എന്തൊരു സ്നേഹമെന്ന് നോക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വേണം അടി കൂടാൻ. 2 ഭയങ്കര അടിയാണ്, ഒരു നിമിഷം ചുമ്മാ ഇരിക്കില്ല. അതാ കണ്ട എന്ത് സ്നേഹമെന്ന് നോക്കിയാണ്. കൊള്ളാം, കഴിച്ചോ. ഇപ്പോൾ കുഴിമന്തി, അൽഫാം മന്തി വന്ന് ഞങ്ങൾ കഴിച്ച്. ഒരുപാട് സമയം, 1 മണിക്കൂറോളം ഞങ്ങളിരുന്ന് മൊത്തം എല്ലാം കൂടി. അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളെ കാറിനടുത്തേക്ക് വന്ന്. അകത്ത് നല്ല കൂളിംഗ് ആയിരുന്നില്ലേ, അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂട്. കാറൊക്കെ പഴുത്ത് കിടക്കുകയായിരിക്കും. ഇനി കാറിൽ കയറി ഇഷ്ടംപോലെ കാറുണ്ട്, വണ്ടികൾ. ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ച സമയത്ത് വരുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം. എത്ര ആൾക്കാർ അതിനകത്ത് കയറാൻ അറിയില്ല. നമ്മൾ ലുലു മാളിൽ കയറും പോലെ തന്നെ അത്രയ്ക്ക് നല്ല ഇഫ്താറായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. കാറെല്ലാം പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. കൂടുതലൊന്നിട്ടും ദീർഘിപ്പിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം.